നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം എങ്ങനെ നടക്കാൻ ഇറങ്ങോട്ടോ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട്. എൻ്റെ കല്യാണമൊക്കെ കഴിയുമ്പോൾ അമ്പൂൻ്റെ ഒക്കെ അത്രയും സോനുൻ്റെ ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ശരണ. ആ സമയം മുതൽ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങാറുണ്ട് കേട്ടോ. അതായത് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഇതന്നെ തുടരാറുണ്ട്. അവൾ പറയാറുന്നു മാമനൊക്കെയുള്ള സമയത്ത് നമ്മളിങ്ങനെ പണ്ട് നടന്നിരുന്നില്ലേ എന്നുള്ളത്. അതെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങളിങ്ങനെ വെറുതെ ഒന്നും വേണ്ടിയിട്ടല്ല, വെറുതെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അത് വീട്ടിലെത്തി കഴിഞ്ഞൊരു സമാധാനം. പിന്നെ എന്തെങ്കിലും പൂവോ കായോ അങ്ങനെ എന്തെങ്കിലും തുറടിപ്പഴം അങ്ങനെയൊക്കെ പറിച്ച് കഴിക്കട്ടെ. ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങ എങ്ങനെ കിട്ടി എന്നുള്ളത് അടുത്ത ഷോർട്സിൽ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും മാമ്പഴ പുളിശ്ശേരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിത് വൈകുന്നേരം വേഗം കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശരണയോട് നാളികേരം ചിരകുണ്ട്. ഞാൻ മാമ്പഴമൊക്കെ തൊലിയൊക്കെ കളഞ്ഞത് ആ പാത്രത്തിലാക്കി പാകത്തിന് വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഉപ്പ്, ഒരു ശർക്കര അച്ച് എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് അധികം നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പ്രാവശ്യം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം. കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചങ്ങോട്ട് വെക്കുക. അതങ്ങോട്ട് വേവട്ടെ മാങ്ങ. അപ്പോഴേക്കും നമുക്ക് അരപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കാം. അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല 2-3 പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്, അരച്ചിട്ടുണ്ട് മഷി പോലെ. എന്നിട്ട് നമ്മളതൊന്ന് വെന്ത് വരുന്ന സമയത്ത് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ. പിന്നെ ലാസ്റ്റ് ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും കടുകും കുറച്ച് വേപ്പിലയും ഇത്തിരി മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് നെയ്യിൽ തന്നെ അങ്ങോട്ട് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കറി. ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ കുറേ മാങ്ങയ്ക്ക് തപ്പി നടന്നു. നമുക്ക് വീട്ടിൽ നമുക്കിവിടെ നമ്മുടെ കടുങ്ങാടൊന്നും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടില്ല, എനിക്ക് കിട്ടാനില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇതൊന്ന് കഴിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അതങ്ങോട്ട് നടന്നു. സോനു ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാക്ക ചോറ് കൊണ്ട് രാത്രിക്ക് ആകുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആർത്തി മൂത്ത് കഴിച്ചു എന്ന് പറയരുത്. ഇതൊക്കെ ആർത്തി മൂത്ത് കഴിക്കേണ്ട ഒരു ഫുഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.